കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഈയതി. എല്ലാവരുടെയും ഭരണ മികവിനെ പറ്റി നാളെ ഖിയാമത്ത് നാളിൽ ഉടമസ്ഥനായ റബ്ബ് ചോദ്യം ചെയ്യുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലെ ഒന്നാമത്തേതായി ഹബീബ് നമ്മൾ പറയുന്നു, അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ നാളെ ഖിയാമത്തിൽ മഅ്ശറ വൻസബയിൽ ചെമ്പിനാലുള്ള നിലത്ത് അല്ലാഹുവിന്റെ ആ ഒരു വലിയ കോടതിയിൽ ചെമ്പിനാലുള്ള നിലത്ത് എല്ലാവരും അവരുടെ തെറ്റുകളുടെ തോതനുസരിച്ചുകൊണ്ട് ഓരോരുത്തരും വയറപ്പിലും മുങ്ങി നിൽക്കുന്ന ആ സമയത്ത് സൂര്യൻ ഒരു ചാണ് അകലെ നിന്ന് ഉദിക്കുമ്പോ, ഒരു ചാണ് അകലെ മാത്രം സൂര്യൻ നിൽക്കുമ്പോ ഇത്രയും ദശലക്ഷക്കണക്കിന് ദശലക്ഷ കോടിക്കണക്കിന് അപ്പുറത്ത് സൂര്യൻ നിന്ന് തിളങ്ങി നിൽക്കുമ്പോ ആ സൂര്യന്റെ ചൂട് പോലും സഹിക്കാൻ കഴിയാത്ത, ആ സൂര്യന്റെ ചൂടൊന്ന് താങ്ങാൻ കഴിയാത്ത നമ്മൾ ഓരോരുത്തരും നാളെ അള്ളാന്റെ കോടതിയില് അള്ളാഹുവിന്റെ അർശിന്റെ അള്ളാഹുവിന്റെ ആ മഅ്ശറ വൻസബയില് ചെമ്പിനാലുള്ള ആ നിലത്തതാ ഒരു ചാണകലത്തിൽ സൂര്യന് കത്തിജ്വലിച്ചു നിൽക്കുമ്പോ ആ സമയത്ത് മുഅ്മിനേ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനത്തേ, നിനക്ക് അല്ലാഹുവിന്റെ തണൽ വേണോ? നീ അല്ലാഹുവിന്റെ തണൽ ലഭിച്ച വിഭാഗത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. ആ ഒരു സമയത്ത് അല്ലാഹു ഒരു പ്രത്യേകമാകുന്ന അവന്റെ അർശ് കൊണ്ട്, അവന്റെ അർശിന്റെ ആ ഒരു തണൽ അവൻ പ്രത്യേകം വിട്ടുതരുന്ന ഒരു വിഭാഗം. അതാണ് ഹബീബ് തങ്ങൾ എണ്ണിയത് ഇമാമുൻ ആദിലും, നീതിമാനായ ഭരണാധികാരിയാണ്. നീതിമാനായ ഭരണാധികാരി ഇന്ന് നമുക്കറിയാമല്ലോ, ഭരണത്തിന് വേണ്ടി തല്ലുകൂടുകയാണ്. ഭരണത്തിന് വേണ്ടി സ്ഥാനാർത്ഥികളായിക്കൊണ്ട് എത്ര പേരാണ്, സ്ഥാനത്തിന് ആർത്തി വെച്ചുകൊണ്ട് എത്ര ആളുകളാണ് മഹല്ല് സംവിധാനങ്ങളിലും മദ്രസ സംവിധാനങ്ങളിലും മറ്റ് ദീനിന്റെ കാര്യങ്ങളിൽ വരെ ചോദിച്ചു വരുന്നവരെ എത്രയോ മഹല്ലത്തുകളിൽ ഇലക്ഷൻ നടക്കുന്നു. എത്രയോ വലിയ 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 ഏറ്റവും വലിയ തെറ്റുകളല്ലയാ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഹബീബ് തങ്ങൾ പറഞ്ഞത്, ഹരാകുന്ന അബൂദറുൽ ഗഫാർ റളിയല്ലാഹു അൻഹു, ഹരാകുന്ന അബൂദർ തങ്ങൾ ഒരിക്കൽ വന്നുകൊണ്ട് മുത്തനബിന്റെ ചാര വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് ചോദിക്കുന്നുണ്ട്. അബൂദർ തങ്ങൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അലാ തസ്തഅ്മിലുനി ഹാദാ, ഈ ഭരണം നബിയേ, ഈ ഒരു കാര്യത്തിന്റെ, ഈ ഒരു രാജ്യത്തിന്റെ ഭരണം എന്നിൽ അർപ്പിക്കുമോ നബിയേ? ഭരണത്തെ ചോദിക്കുകയാണ്, ചോദിച്ച് മേടിക്കുകയാണ്. അബൂദറുൽ ഗഫാർ തങ്ങൾ ആ സമയത്ത് മുത്തുനബി തങ്ങൾ ചെയ്തതെന്നറിയോ? പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഭരണത്തെ ചോദിച്ച് മേടിക്കുന്നവരോട്, ഭരണത്തെ കൊതിച്ചു നടക്കുന്നവരോട് അല്ലാഹുവിന്റെ റസൂൽ അബൂദറുൽ ഗഫാറിനോട് ചെയ്തതെന്നറിയോ? അബൂദറുൽ ഗഫാർ ആരാണ്? അബൂദർ എന്നറിയോ? അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബികളിൽപ്പെട്ട ഹബീബ് തങ്ങൾ പറഞ്ഞ അസ്ഹാബി